നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലേറെ കോളിളക്കമുണ്ടാക്കിയ കേസാണ് കണ്ണൂർ കണ്ണപുരം ചുണ്ടയിൽ റിജിത്ത് കൊലക്കേസ്. ചുണ്ടയിൽ CPM പ്രവർത്തകൻ റിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികൾക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2005 ഒക്ടോബർ 3 നടന്ന കൊലപാതകത്തിൽ 19 വർഷത്തിന് ശേഷമാണ് ശിക്ഷാവിധി. എല്ലാ പ്രതികൾക്കും ജീവപര്യന്തത്തിന് പുറമെ 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ആകെ 10 പ്രതികളാണ് കേസിൽ ഉൾപ്പെട്ടിരുന്നത്. ഇതിൽ ഒരാൾ വാഹനാപകടത്തിൽ നേരത്തെ മരിച്ചിരുന്നു. വിധി വന്നപ്പോൾ നോക്കിക്കാണുന്നത് കുറച്ച് കാലതാമസം ഉണ്ടായി എന്നുള്ളത് കാണുന്നുണ്ട്, പ്രയാസം ഉണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വശകായിട്ടൊന്നും കാണുന്നില്ല. വളരെ സന്തോഷം, വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിച്ചിരുന്നതെന്നാണ് റിജിത്തിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. എന്നാൽ CPM നൽകിയ ലിസ്റ്റ് പ്രകാരം അന്വേഷണ സംഘം പ്രതികളെ കുടുക്കിയതെന്നാണ് BJPയുടെ ആരോപണം. വധശിക്ഷ തന്നെ പ്രതീക്ഷ. ഒരിക്കലും അവർ പുറത്തു വരാൻ പാടില്ല. അവിടുന്ന് തന്നെ അവരുടെ ജീവിതം തീരണം. അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ വെള്ളത്തിന് എൻ്റെ മനസ്സിൻ്റെ തകർച്ച എല്ലാ അമ്മമാർക്കും അനുഭവിക്കാൻ ഇടവരട്ടെ. ഇതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കൊലക്കത്തി എടുക്കാനും പാടില്ല, കൊല ചെയ്യാനും പാടില്ല. അന്ന് CPMൻ്റെ ആളുകൾ കൊടുക്കുന്ന ലിസ്റ്റിനനുസരിച്ച് പ്രവർത്തകർ പ്രതിയാക്കുന്ന രീതിയായിരുന്നു അന്ന് കണ്ണൂർ ജില്ലയിലെ പോലീസിനെ സമീപിക്കുന്നത്. CPM 5 വർഷക്കാലം മാറി മാറി ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിരപരാധികളായ ആളുകളെ പേരിലാണ് കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത്. പെരിയ കേസിന് പിന്നാലെയാണ് മറ്റൊരു രാഷ്ട്രീയ കൊലപാതക കേസിലും വിധി വരുന്നത്. വിശദാംശങ്ങളുമായി KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസാണിത്. 19 വർഷത്തിന് ശേഷം കേസിലെ പ്രതികൾക്കെല്ലാം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. എന്നാൽ ഈ കുടുംബത്തിൻ്റെ പ്രതികരണം ഈ വിധിയിൽ അത്ര തൃപ്തരല്ല. വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നാണ്. പ്രോസിക്യൂഷനും പ്രതിഭാഗവും വിധിയോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? തീർച്ചയായും ടോമെ, ഈ പുതുവർഷം പിറന്നതോടുകൂടി ഇത് 2ാമത്തെ രാഷ്ട്രീയ കൊലപാതക കേസിലാണ് ഇപ്പോൾ വിധി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഇതിലെല്ലാം അമ്മമാരുടെ വലിയ കണ്ണീരുണ്ട്, വലിയ കാത്തിരിപ്പുണ്ട്. അത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനം. ഇത് ചുണ്ട തച്ചൻകണ്ടിയിൽ നടന്ന, ക്ഷേത്രത്തിനടുത്ത് നടന്ന ഒരു കൊലപാതകം, അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകം. 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന റിജിത്തിനെ ആ സമയത്ത് വെട്ടി കൊലപ്പെടുത്തുന്നു. ഈ കേസിൽ ഇപ്പോൾ VV സുധാകരൻ, KT ജയേഷ്, CP രഞ്ജിത്ത്, IV അനിൽ, VV ശ്രീകാന്ത്, VV ശ്രീജിത്ത്, PP രാജേഷ്, TV ഭാസ്കരൻ എന്നിവരെയാണ് ഇത്തരത്തിൽ 9 പേരെയാണ് ഇത്തരത്തിൽ ശിക്ഷിച്ചത്. ഇതിൽ KT അജേഷ് നേരത്തെ തന്നെ ഒരു വാഹനാപകടത്തിൽ, അതായത് ഒരു 2 വർഷം മുൻപ് നടന്ന ഒരു വാഹനാപകടത്തിൽ ഇയാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ അമ്മയുടെ ഒരു വാക്കുകൾ എടുത്താൽ ഇനി ഒരു മക്കൾക്കും ഈ ഒരു ഗതി ഉണ്ടാവരുത് എന്നാണ് ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ വിഷയം ചർച്ചയ്ക്കെടുത്തതാണ്. ആ സമയത്ത് ഈ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ അമ്മ വലിയ തോതിൽ വൈകാരിക രംഗങ്ങളായിരുന്നു തലശ്ശേരി കോടതി പരിസരത്തുണ്ടായിരുന്നത്. അമ്മ വളരെ വൈകാരികമായി അവിടെ പ്രതികരിച്ചു. ആ അമ്മ പറഞ്ഞത് വധശിക്ഷ തന്നെ ഇവർക്ക് പ്രതികൾക്ക് ലഭിക്കണമെന്നായിരുന്നു. എന്തായാലും വിധിയിൽ ആശ്വാസമുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. അപ്പോഴും ഇവർക്ക് വധശിക്ഷ നൽകണമായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് അമ്മ പറഞ്ഞത്. എന്തായാലും ആ അമ്മ പറഞ്ഞത് ഈ 25 വയസ്സ് പ്രായമുണ്ടായിരുന്ന തങ്ങളുടെ കുടുംബത്തിന് അത്താണിയാവേണ്ട ഒരു മകനെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കേസിലെ 2 പ്രതികൾ ഇവരുടെ വീട്ടിൽ സ്ഥിരമായി എത്താറുള്ളതും ഒരുമിച്ച് കളിക്കുന്ന 2 പ്രതികളാണ്. അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ കഴിഞ്ഞതെന്നാണ് ഈ അമ്മ ചോദിച്ചത്. അത്തരത്തിൽ വലിയ തോതിൽ ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ അത് വലിയ തോതിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇത് നമുക്കറിയാം, നീണ്ട നിയമ പോരാട്ടമാണ്. 2005 നടന്ന ഒരു കൊലപാതകം 19 വർഷത്തിന് ശേഷം, അത്രയും നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നതും. എന്നാലും ഈ കേസിൽ ഇപ്പോൾ അപ്പീൽ പോകുമെന്ന് BJP നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇത് CPM
CPM കൊടുത്ത ലീസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയ പ്രതികൾ എന്നാണ് BJP ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. എന്തായാലും വളരെ നിസാരമായ ഒരു തർക്കത്തിന്റെ പേരിൽ അരുംകൊല നടത്തുക, ഇതിൽ 3 പേർക്ക് വെട്ടേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിനടുത്ത് ശാഖ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്താൻ പ്രേരണയായത്. അതിനുശേഷം വലിയ തോതിൽ ആ പ്രദേശത്തൊക്കെ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. വളരെ സമാധാനപരമായി ഉണ്ടായ ഒരു നാട്. അത് മാത്രമല്ല, റിജിത്ത് അവിടെ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു ഈ റിജിത്ത് എന്നാണ് പൊതുവെ ഉയരുന്നത്. കാരണം ഇന്നും ഒരുപാട് നാട്ടുകാർ ഈ വിധി കേൾക്കാൻ എത്തിയിരുന്നു. എന്തായാലും വധശിക്ഷ ലഭിക്കും എന്നായിരുന്നു കുടുംബം പ്രതീക്ഷിച്ചത്. ആശ്വാസം വിധിയിൽ എന്ന് മാത്രമേ അവർ പ്രതികരിച്ചിട്ടുള്ളൂ. വധശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയോടായിരുന്നു ഇവർ എത്തിയത്. ഇതിൽ കേസിൽ ഏറ്റവും പ്രധാനം ഈ 9 പേരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ കൊലപാതകം, അതുപോലെ തന്നെ സംഘം ചേരൽ, ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമായിരുന്നു ഈ കേസ് എടുത്തിട്ടുണ്ട്. 26 സാക്ഷികൾ കൃത്യമായി ഈ കേസിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ 50-ലധികം ശാസ്ത്രീയ തെളിവുകൾ അത്തരത്തിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി ഈ പ്രതികളെ ഇത്തരത്തിൽ നിയമത്തിന് മുന്നിൽ വളരെ വൈകിയാണെങ്കിലും എത്തിച്ചു എന്നത് തന്നെയാണ് ഈ കേസിന്റെ പ്രത്യേകത. നമുക്കറിയാം ടോമെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ആ 2 അമ്മമാരുടെ കണ്ണുനീർ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും കേരളത്തിൽ അമ്മമാരുടെ കണ്ണുനീർ ഇത്തരത്തിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരി ശ്രീജയും വളരെ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത്. തങ്ങളുടെ എല്ലാമായ വീടിന് അത്താണിയാവേണ്ട ഒരാളെയാണ് ഇല്ലാതാക്കിയത്. അത് വളരെ നിസാരമായ ഒരു കാര്യത്തിന് ഈ തന്റെ സുഹൃത്തുക്കളായ ഈ വിജിത്തിനെയും അതുപോലെ തന്നെ വിമലിനെയും ആക്രമിക്കാൻ ഈ സംഘം എത്തിയപ്പോൾ അത് തടയാൻ ചെന്നപ്പോഴാണ് ഈ റിജിത്തിന് ഇത്തരത്തിൽ ക്രൂരമായ വെട്ടേൽക്കുകയും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്ന് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആ കാര്യത്തിൽ ഏറ്റവും ആ നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ, രാഷ്ട്രീയ പകയുടെ പേരിൽ അത്തരത്തിൽ കൊലപാതകങ്ങൾക്കുള്ള കൃത്യമായ മെസ്സേജ് അത് തന്നെയാണ് ഈ വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രതിയെ പോലും വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ കേസിലെ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ കേസിൽ വിധി വരുന്നത് 2005 നടന്ന ആ ക്രൂരമായ കൊലപാതകം. ഈ 19 വർഷത്തിനിടെ 5 ജഡ്ജിമാരാണ് ഈ കേസിൽ വാദം കേട്ടത്. എന്തുകൊണ്ടാണ് ഇത്ര അധികം ഈ കേസിന്റെ വിചാരണയും അതോടൊപ്പം ഈ ശിക്ഷാവിധിയും ഒക്കെ ഇത്രയധികം നീണ്ടുപോകാൻ കാരണമായത് ബൈജു? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജഡ്ജിമാർ മാറി വരുന്നതാണ് പല കേസുകളിലും ഇത്തരത്തിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അത് റിയാസ് മൗലവി കേസിലും നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം 3-4 ജഡ്ജിമാർ വരുന്നു. പിന്നീട് അവർക്ക് ഈ കേസിനെ കുറിച്ച് പഠിക്കുമ്പോഴേക്കും ഇത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം സമാനമായ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. ഈ കേസിൽ 5 ജഡ്ജിമാരാണ് ഇത്തരത്തിൽ മാറി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഓരോ ജഡ്ജിമാർ മാറുമ്പോഴും ഇതിന്റെ കേസ് പഠിക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ട് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കേസിൽ അമ്മ ജാനകിയുടെ വാക്കുകൾ തന്നെയാണ് ഇന്ന് കേരളം വിതുമ്പലോടെ ആ സങ്കടത്തോടു കൂടി കേൾക്കാൻ കഴിയുന്നത്. അതിനപ്പുറം ഈ ശങ്കരൻ, ഈ റിജിത്തിന്റെ അച്ഛൻ ശങ്കരൻ ഇത്തരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ കൊലപ്പെടുത്തിയവർക്കുള്ള ശിക്ഷ അത് കേൾക്കാൻ കാത്തിരിക്കാതെ 2 വർഷം മുൻപ് മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ കുടുംബത്തിന് ഒരു അത്താണിയാവേണ്ട ഒരാളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഏറ്റവും പ്രധാനം ഇത്തരം കേസുകളിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ നിയമ നടപടികൾ ഈ പ്രതികൾക്കുള്ള തക്കതായ ശിക്ഷ നൽകണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. അത് പ്രത്യേകിച്ച് ഈ കൊലപാതക കേസുകളിലൊക്കെ പ്രതികൾ പിന്നീട് അപ്പീൽ പോയി അത് ഇനിയും നീണ്ടു പോകുന്ന നിയമ പോരാട്ടങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ കേസുകളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇനി ഈ പ്രതികൾ അപ്പീലിന് പോയി കഴിഞ്ഞാൽ അതും ഇനി കേസ് നീണ്ടുപോകും. ഇതിൽ ഏറ്റവും അവസാനമായ ഒരു ശിക്ഷ എന്നത് വളരെ പെട്ടെന്ന് വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഉയരുന്നത്. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയൂ. കൃത്യമായി ഈ തെളിവ് സഹിതം കൊണ്ടുവന്ന് ഇത്തരം പ്രതികൾക്ക് എതിരെ ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പരിധിവരെ ഇത്തരം കൊലപാതകങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഉയരുന്ന അഭിപ്രായങ്ങൾ. എന്തായാലും ഒരു അമ്മയുടെ കൂടി കണ്ണുനീർ നമുക്ക് കാണേണ്ടി വരുന്നു. അത് ആ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ പറയുന്നതും അത് തന്നെയാണ്. ഇനി തങ്ങളുടെ മകനെ തങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല, പക്ഷേ മറ്റൊരു മക്കൾക്കും ഇത്തരം സാഹചര്യം അല്ലെങ്കിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ആ അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രതികൾക്ക് വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നത്.
പങ്കുവച്ചത്. ഏതായാലും പ്രോസിക്യൂഷന് കൃത്യമായി ഇതിന്റെ തെളിവുകളെല്ലാം ഹാജരാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് കേസിലെ മുഴുവൻ പ്രതികൾക്കും ഇത്തരത്തിൽ ഒരു ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിക്കുന്നത്. ഈ കേസിൽ 1, 4, 6, 10 പ്രതികൾക്ക് 3 വർഷം അധിക തടവ് കൂടി അനുഭവിക്കണം. ഇവർ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിജിത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേരെ വെട്ടിപ്പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൂടാതെ ഓരോ ₹1,00,000 വീതം ഇവർ പിഴയും ഈടാക്കണം. അത്തരത്തിൽ ഒരു ശിക്ഷ തന്നെയാണ് ഇന്ന് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. അത് വധശിക്ഷ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ അമ്മ കഴിഞ്ഞ ദിവസം ഈ കുറ്റക്കാരാണെന്ന് 9 പേരും കുറ്റക്കാരാണെന്ന ആ കോടതി കണ്ടെത്തലുണ്ടായ സമയത്ത് തന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ അമ്മ അതുപോലെ തന്നെ സഹോദരി, ഒപ്പം ഒരുപാട് നാട്ടുകാർ, ഈ ചുണ്ടയിലെ ഈ കണ്ണവം സ്ഥലത്തെ ഒരുപാട് നാട്ടുകാർ ഈ വിധി കേൾക്കാൻ എത്തിയിരുന്നു. ഇന്നും അത്തരത്തിൽ നാട്ടുകാർ ഉൾപ്പെടെ ഈ വിധി കേൾക്കാൻ എത്തിയിരുന്നു. അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളെയാണ് തങ്ങൾക്ക് നഷ്ടമായത്. അതും 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോഴാണ് ആ സംഭവം നടക്കുന്നതും. നമുക്കറിയാം ആ അമ്മയുടെ ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ നമുക്കറിയാം ആ അമ്മയുടെ എത്രത്തോളം നീണ്ട ഒരു കാത്തിരിപ്പാണെന്ന്. അത്രത്തോളം അമ്മയുടെ ഒരു കണ്ണുനീർ ഈ കേസിലുണ്ട്. വലിയ നീണ്ട നാളത്തെ നിയമ പോരാട്ടം, 19 വർഷം എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു നീണ്ട നിയമ പോരാട്ടമാണ്. അതിനൊടുവിലാണ് ഇത്തരത്തിലൊരു വിധി വരുന്നതും ഇവരെല്ലാം ഈ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു. എന്നാലും ഈ കേസിൽ BJP ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം വ്യക്തമാക്കിയത് ഈ നേരത്തെ ബൈജുവാണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ നിരവധി അമ്മമാരുടെ കണ്ണീർ വീണിട്ടുണ്ട് ഈ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം കാരണം. ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിനുള്ള താക്കീത് തന്നെയാണ് കണ്ണപുരം റിജിത്ത് കൊലക്കേസിലെ വിധി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ശിക്ഷാവിധി വന്ന് ഒരാഴ്ച തികയും മുൻപാണ് റിജിത്ത് കൊലക്കേസിലും പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്ന നടി ഹണി റോസിനെതിരായ അധിക്ഷേപ പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കേസുകളെക്കുറിച്ചാണ്. നടി ഹണി റോസിനെതിരെ അശ്ലീല കമന്റ് ഇടുന്നവർക്കെതിരെ ഉടൻ കേസെടുക്കാൻ പോലീസ് തീരുമാനം. നടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. സ്വമേധയാ കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി ഹണി റോസ് മൊഴി നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇന്നലെ ഹണി റോസ് ന്യൂസ് 18നോടും സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഇത്തരത്തിൽ സൈബറിടത്ത് അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ നിയമ പോരാട്ടം നടത്തും, ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഹണി റോസ് ഇന്നലെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പോലീസ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു. ഒരു അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. കൂടുതൽ പേർക്കെതിരെ കേസെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇത് നിലവിൽ ഹണി റോസിൻ്റെ പരാതിയിൽ എത്ര പേർക്കെതിരെയാണ് എടുത്തിരിക്കുന്നത്? ഇതോടൊപ്പം സ്വമേധയാ കേസെടുക്കുമെന്ന് പറയുന്നു. അതായത് ഇനി ഹണി റോസിൻ്റെ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലോ മോശമായ പരാമർശം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ തന്നെയല്ലേ പോലീസിന്റെ തീരുമാനം? തീർച്ചയായും കടുത്ത നടപടികളുമായി പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഹണി റോസ് 26 പേർക്കെതിരെയാണ് പരാതി നൽകിയത്. പക്ഷേ പോലീസ് ഈ സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചതിന് ശേഷം 30-ലധികം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. കുമ്പളം സ്വദേശി ഷാജിയാണ് അറസ്റ്റ് ചെയ്തത്. വരും മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് കൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചിട്ടുണ്ട്. അതായത് ഹണി റോസ് ആദ്യം നൽകിയ പരാതി പ്രകാരമുള്ള സ്ക്രീൻഷോട്ടുകൾ പരിശോധിച്ചിട്ടുണ്ട്. ഇതിൽ പല അക്കൗണ്ടുകളും ഡീആക്ടിവേറ്റ് ചെയ്ത് കടന്നു കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇത് ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി ഹണി റോസ് പരാതി നൽകിയെന്ന് മാധ്യമങ്ങളിലൂടെ വാർത്തയായതിനു ശേഷം പലരും ഈ കമന്റ് ഇട്ടവരിൽ പലരും അക്കൗണ്ട് ഡിലീറ്റ് ആക്കി കടന്നു കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അതോടൊപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഒരു പോസ്റ്റ് കൂടി, ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു പോസ്റ്റ് കൂടി ഹണി റോസ് ഇടുന്ന സാഹചര്യമുണ്ടായി. ഇതിന്റെ താഴെ വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള കമന്റുകൾ ഉണ്ടെങ്കിൽ അത് സ്വമേധയാ കേസെടുക്കുവാനും അത് പരിശോധിച്ച് സ്വമേധയാ കേസെടുക്കുവാനും പോലീസ് തീരുമാനിച്ചിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. മറ്റ് ജില്ലകളിലുള്ളവരും ഈ കമന്റ് ഇട്ടതിലുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്.
ഇന്നലെ വൈകുന്നേരം ഹണി റോസ് സെൻട്രൽ പോലീസിൽ നേരിട്ടെത്തി മൊഴി നൽകി. അതിൽ ഈ നമ്മൾ വാർത്തയായതിനു പിന്നാലെ ഈ ഹണി റോസ് പരാതി നൽകിയ കാര്യം വാർത്തയായതിനു പിന്നാലെ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകളിലും വന്ന് മോശം കമന്റ് ഇട്ടവരുണ്ട്. അതും സ്ക്രീൻഷോട്ട് അടക്കം പോലീസിന് കൈമാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതുകൂടി പരിശോധിച്ച് ആ നിലയിലുള്ള അറസ്റ്റുകളും കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഹണി റോസ് ഉറച്ചു പറഞ്ഞിരിക്കുന്നത്. വളരെ നാളത്തെ ചർച്ചകൾക്കും നിയമപരമായിട്ടുള്ള വിദഗ്ധരുമായി ഹണി റോസ് ഇനി പരാതി നൽകിയില്ലെങ്കിൽ പോലും ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ മോശം പരാമർശം നടത്തുന്നവർക്കെതിരെ സ്വമേധയാ കേസെടുക്കുമെന്ന് പറയുന്നു. അതിന് ഹണി റോസ് പരാതിപ്പെട്ടില്ലെങ്കിൽ പോലും അത്തരം ശക്തമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നുവെന്നാണോ വ്യക്തമാക്കുന്നത്? അതെ, തീർച്ചയായും ടോം. ഹണി റോസ് പരാതി നൽകിയില്ല എങ്കിൽ കൂടിയും ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിൽ മോശം കമന്റ് ഇടുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ഇന്നലെ അറസ്റ്റ് ചെയ്ത ഷാജിയെ കോടതിയിൽ ഹാജരാക്കുകയും പിന്നീട് ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇത്ര ദിവസം വരെ കോടതിയിൽ വന്ന് ഹാജരാകണമെന്ന് കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതുപോലെ ബാക്കിയുള്ളവർക്കും, അതായത് 30-ലധികം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇവരെ ഓരോരുത്തരെയും പിടികൂടുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇത് ഒരു ഹണി റോസ് എന്നുള്ളൊരു വ്യക്തിക്ക് അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിടുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് പോലീസ് അതിവേഗമുള്ള പ്രവർത്തനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. BNS-ലെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളും ഒപ്പം IT വകുപ്പും ചേർത്ത് തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഹണി റോസ് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിയമ സാധ്യതകളെല്ലാം പരിശോധിച്ച് നിയമവിദഗ്ധരുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം തന്നെയാണ് ഏറെ കാലത്തെ മൗനത്തിന് ശേഷം ഇങ്ങനെ ഒരു നടപടിയുമായി ഹണി റോസ് രംഗത്തെത്തുകയും ചെയ്തത്. എന്തായാലും ഈ പരാതി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഹണി റോസിന്റെ നടപടിയാണ് മോശം കമന്റ് ചെയ്തിരിക്കുന്നവരെ അന്വേഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. നടി ഹണി റോസ് മാതൃകാപരമായൊരു നടപടിയാണ് സ്വീകരിച്ചത്. മറ്റ് താരങ്ങൾക്കും ഇതൊരു മാതൃകയല്ലേ? കാരണം ഇതുപോലെ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചലച്ചിത്ര താരങ്ങൾ, മോഡലുകളായിട്ടുള്ള യുവതികൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണം നടക്കാറുണ്ട്. സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത പ്രത്യേകിച്ചും മലയാളികൾക്കിടയിൽ, ഈ പുതിയ തലമുറയ്ക്കിടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രത്യേകിച്ചും ഫേക്ക് അക്കൗണ്ടിലൂടെ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്ന ഒരു പ്രവണതയൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് പോലീസ് ഇത്തരമൊരു ധീരമായ നടപടിയുമായിട്ട് പോകുന്നത്. അതായത് രഹസ്യമായിട്ടുള്ള വ്യാജ ID ആണെങ്കിൽ പോലും അവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കി പ്രതികളെ പിടികൂടുമെന്ന് പോലീസ് പറയുന്നു. സ്വാഭാവികമായും ഇനി ഇതുപോലെ സൈബർ ആക്രമണത്തിന് ഇരകളാകുന്നവർക്കൊക്കെ ഒരു പ്രചോദനമല്ലേ ഹണി റോസിൻ്റെ ഈ ഒരു തീരുമാനം? തീർച്ചയായും ടോം. ഹണി റോസ് ഇന്നലെ ഈ അറസ്റ്റിന് ശേഷം ഇട്ട ഒരു കുറിപ്പിൽ പറയുന്നത് പോലെ ഒരുപാട് സ്ത്രീകൾ സൈബർ ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഒരു പോരാട്ടം തന്നെയാണ് താൻ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഈ അശ്ലീല കമന്റ് ഇടുന്നവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് ഹണി റോസിന്റെ അവസാനമായിട്ടുള്ള പോസ്റ്റിൽ പറയുന്നത്. പോലീസും അതേപോലെ തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ഈ പരാതി നൽകി മണിക്കൂറുകൾക്കകം തന്നെ ആദ്യത്തെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സൈബർ അറ്റാക്കുകൾ നേരിടുന്ന ഒരുപാട് താരങ്ങളെ നമുക്കറിയാം. പക്ഷെ പലരും ഇതിലൊരു പ്രശ്നമാക്കണ്ട എന്നൊക്കെ കരുതി മിണ്ടാതിരിക്കുന്നവരാണ്. പ്രതികരണവുമായി അല്ലെങ്കിൽ ഒരു നിയമ നടപടിയുമായി മുന്നോട്ടെത്തുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അത് സെലിബ്രിറ്റികളെന്നല്ല, ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമണം നേരിടുന്ന ഓരോ വ്യക്തികളും നമുക്കറിയാം. ഇതിനു മുൻപ് പലരും ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർക്കൊക്കെ ഒരു പ്രചോദനവും അല്ലെങ്കിൽ ഉദാഹരണമാകുക തന്നെയാണ് ഹണി റോസ്. ഹണി റോസ് ഇന്നലെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഇതിന് ശേഷം, അതായത് താൻ ഈ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിയതിന് ശേഷം തനിക്ക് ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് പ്രചോദനമാണ്, അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ തനിക്ക് കൂടുതൽ സന്തോഷമാകുന്നുണ്ട്.
കൂടുതൽ മുന്നോട്ട് പോകാൻ തനിക്കും തൻ്റെ കുടുംബത്തിനും കരുത്ത് പകരുന്നു എന്നുകൂടി ഹണി റോസ് പറഞ്ഞു വെക്കുന്നു. ഇത് ഈ ഹണി റോസ് തുടങ്ങി വെച്ച ഈ ഒരു പോരാട്ടം അത് ഈ ഇത്തരത്തിൽ സൈബർ ആക്രമണം നേരിടുന്ന എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള ആക്രമണം നേരിടുന്നവർ മിണ്ടാതിരിക്കാതെ നിയമത്തിന്റെ സാധ്യതകൾ തേടി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നീതി തേടിത്തരുമെന്ന് ഉറപ്പാക്കുന്നത് കൂടിയാണ് ഹണി റോസിന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട അറസ്റ്റൊക്കെ കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. പലരും ഈ അക്കൗണ്ടുകൾ ഡീആക്ടിവേറ്റ് ചെയ്ത് മുങ്ങിയ സാഹചര്യമുണ്ട്. പക്ഷേ സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി അവരെ ഉടൻ തന്നെ പിടികൂടും. എറണാകുളം ജില്ലയിൽ ഏറ്റവും വേഗത്തിൽ അറസ്റ്റ് ചെയ്ത ഒരാളായിരുന്നു കുമ്പളം സ്വദേശിയായ ഷാജി. പക്ഷേ മറ്റുള്ളവർ പലരും മറ്റ് ജില്ലകളിലായതിനാൽ ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം അറിയിച്ച് അറസ്റ്റുകൾ ഉടനെ ഉണ്ടാകുമെന്ന് കൂടിയാണ് സെൻട്രൽ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഹണി റോസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപ പോസ്റ്റ് എടുത്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഹണി റോസിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ താഴെ ഏതെങ്കിലും രീതിയിലുള്ള മോശം കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായൊരു കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയാണ് അതിക്രമത്തിന് ഇരയായത്. മലപ്പുറം ഈശ്വരമംഗലം സ്വദേശി മുസ്തഫ കോഴിക്കോട് പോലീസിന്റെ പിടിയിലായി. എറണാകുളത്ത് നിന്നും കർണാടകയിലെ ഹാസനിലേക്ക് പോകുകയായിരുന്ന ബസ്സിലാണ് സംഭവം. എടപ്പാളിൽ നിന്ന് ബസ്സിൽ കയറിയ മുസ്തഫ പെൺകുട്ടിയെ പലതവണ ശല്യപ്പെടുത്തി. യാത്രക്കാർ ഇയാളെ തടഞ്ഞു വെച്ച് കോഴിക്കോട് എത്തിയപ്പോൾ പോലീസിന് കൈമാറുകയായിരുന്നു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇതുപോലെ ബസ്സുകളിൽ പൊതുഗതാഗത സംവിധാനങ്ങളിൽ രാത്രിയും പകലും യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമവും ലൈംഗിക അധിക്ഷേപമൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് കോഴിക്കോട് വെച്ച് ഈ കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ എപ്പോഴായിരുന്നു, രാത്രിയാണോ പകലാണോ ഈ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്? അനീഷ്. കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിൽ ആണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നത്. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിനിരയായത്. മലപ്പുറം ഈശ്വരമംഗലം സ്വദേശി മുസ്തഫ എന്നയാൾ പോലീസിന്റെ പിടിയിലുമായിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും കോഴിക്കോട് വഴി കർണാടകയിലെ ഹസനിലേക്ക് പോകുന്ന ബസ്സിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇടപ്പാളിൽ നിന്നാണ് ഈ മുസ്തഫ എന്ന പ്രതി ബസ്സിൽ കയറിയത്. ഈ ബസ്സിൽ കയറിയപ്പോൾ മുതൽ തന്നെ പെൺകുട്ടിയെ തുടർച്ചയായി ഇയാൾ ശല്യപ്പെടുത്തി വരികയായിരുന്നു. ഇതിനുശേഷം ബസ് കോഴിക്കോട് എത്തിയപ്പോഴാണ് പെൺകുട്ടി കാര്യം പുറത്തു പറയുകയും അയാൾക്ക് നേരെ ബഹളം വെക്കുകയും ചെയ്ത്. ഉടൻ തന്നെ ബസ് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും ചേർന്ന് ഈ ബസ് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയുകയും ഇയാളെ തടഞ്ഞു വെക്കുകയുമായിരുന്നു. തുടർന്ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടുകൂടി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രതി മുസ്തഫയ്ക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നീട് ബസ് യാത്ര ഈ കുട്ടി തുടരുകയും ചെയ്തു. ആ ബസ് യാത്രയിൽ കുട്ടിയുടെ മൊഴി പോലീസ് ഫോണിൽ വിളിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ, അയാളെ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങും. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സമയോചിതമായ ഇടപെടൽ ഈ ബസ് ജീവനക്കാരുടെയും മറ്റു യാത്രക്കാരുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. കുറച്ചു നേരം ഇയാളുടെ ശല്യം സഹിച്ചിരുന്ന പെൺകുട്ടി ഒടുവിൽ അത് ധൈര്യസമേതം പുറത്തു പറയാനുള്ള മനസ്സ് കാട്ടി. അതാണ് ഇയാളെ കൊടുക്കാൻ സഹായിച്ചത്, അല്ലെ ഇയാളെ ഉചിതമായ പോലീസിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാൻ സഹായിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുമ്പും പലവട്ടം ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കൃത്യമായ ഒരു പിന്തുണ ഒരുപക്ഷെ ഇരകൾക്ക് അല്ലെങ്കിൽ ഈ തനിച്ച് യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾക്ക് മറ്റുള്ളവരിൽ നിന്നും കിട്ടാറില്ല. അവനവന്റെ കാര്യം മാത്രം നോക്കി യാത്ര ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഒരു ഭയം കാണിക്കുന്ന, ഇതിനു മുൻപ് നമുക്കറിയാം പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും ആക്രമണത്തിന് ഇരകളാകുന്ന യുവതികൾ പരാതിയുമായി മുന്നോട്ട് വരാത്തത് അവർക്ക് മറ്റുള്ളവരുടെ സഹായം പിന്തുണയൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ നമുക്കറിയാം ഈ അടുത്തിടെ കഴിഞ്ഞ വർഷം ഈ നെടുമ്പാശ്ശേരിയിൽ വെച്ച്, എറണാകുളം നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഒരു മോഡലിന് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു. അന്ന് അവർക്ക് സഹായത്തിനെത്തിയത് ആ ബസ്സിലെ ജീവനക്കാരായിരുന്നു, KSRTC ബസ്സിലെ കണ്ടക്ടർ ഉൾപ്പെടെയായിരുന്നു.
ഇവിടെ യാത്രക്കാർ, സഹയാത്രക്കാർ ഒന്നടങ്കം ഈ പ്രതിക്ക് നേരെ പ്രതിയെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം, യുവതിക്ക് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഇതുപോലെ മലയാളികളുടെ ഒരു മനോഭാവത്തിലൊക്കെ മാറ്റം. മുൻപൊക്കെ നമ്മൾ കരുതിയിരുന്നത് ഇതുപോലെ അതിക്രമത്തിന് ആരെങ്കിലും ഇരകളാകുമ്പോൾ അവർക്ക് പിന്തുണ ഉണ്ടാകാറില്ല എന്ന പ്രവണതയൊക്കെയായിരുന്നു. പക്ഷെ ഇതൊക്കെ മാറ്റം വരുന്നുണ്ടല്ലേ? തീർച്ചയായും കേരളം ഒട്ടാകെ ചർച്ച ചെയ്താണ് ഈ വിഷയം. കാരണം സവാദ് എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു ഇത്തരത്തിൽ ആ മോഡലിന് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയത്. ബസ്സിൽ വെച്ച്, KSRTC ബസ്സിൽ വെച്ച് തന്റെ സ്വകാര്യ അവയവം കാണിക്കുകയും മറ്റു ചില പ്രവൃത്തികൾ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുമായിരുന്നു. അന്ന് ഇക്കാര്യം ഈ വാഹനത്തിലുണ്ടായിരുന്ന ഈ മോഡൽ അന്നത്തെ KSRTC കണ്ടക്ടറായിരുന്ന പ്രദീപ് എന്നയാളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ ഈ പ്രതിയെ തടഞ്ഞ്, സവാദിനെ ബസ്സിൽ വെച്ച് തടഞ്ഞു വെച്ചു. അതിനുശേഷം ഈ പ്രതി വാഹനത്തിൽ ോടാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ പിന്തുണർന്നാണ് അദ്ദേഹം അന്ന് ഈ സവാദിനെ പിടിച്ചു വെക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് വലിയ പിന്തുണ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ കണ്ടക്ടർക്ക് ഉണ്ടായി. പക്ഷെ അന്നും ആ നടി അല്ലെങ്കിൽ ആ മോഡൽ വെളിപ്പെടുത്തിയത് ഇത്രയധികം കാര്യങ്ങൾ നടന്നപ്പോഴും ഈ വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന മറ്റൊരു ആൾ പോലും, സ്ത്രീകളടക്കമുള്ള ആളുകൾ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചില്ല. ഒപ്പം ഈ പലർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വാഹനം വൈകും, മറ്റിടങ്ങളിലേക്ക് പോകാൻ താമസിക്കും എന്നൊക്കെ രീതിയിലുള്ള ഒരു മനോഭാവമായി ഇരിക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും അത്തരം ഒരു മനോഭാവം ഈ കോഴിക്കോട് ഇത്തവണ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടായില്ല. യാത്രക്കാർ ഒന്നടങ്കം ആ വാഹനം സ്റ്റേഷനിലേക്ക് പോകട്ടെ എന്ന് പറയുകയും ഒരുപാട് ദീർഘയാത്ര, അത് ഹസൻ വരെ പോകേണ്ട യാത്രക്കാരാണ്. പക്ഷെ അവരവരുടെ സമയത്തെ പറ്റിയൊന്നും ബോധവാന്മാരല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ബോധവാന്മാരായി ഇത്തരം ഒരു നടപടിയിൽ നിന്നും പിന്തിരിയുകയല്ല ചെയ്തത്. എന്തായാലും ഇതിന് അനുകൂലമായും ചില സമയങ്ങളിൽ നമ്മൾ അന്ന് തന്നെ സവാദ് ജയിലിൽ പോവുകയും പിന്നീട് സവാദിന് ആലുവ സബ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയതും നിരന്തരം ആ സംഘടനയുടെ ഭാഗത്തു നിന്നും ഈ പരാതി നൽകിയ മോഡലിനെ അപകീർത്തിപ്പെടുത്തി പോസ്റ്റുകൾ ഇടുന്നതും ഈ സവാദിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും രണ്ടു തട്ടായി ആളുകൾ നിൽക്കുന്നു എന്ന മനോഭാവത്തിൽ നിന്നും ഇപ്പോൾ ഈ ഇരയോടൊപ്പം നിൽക്കാൻ തയ്യാറാവുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ്. ഒപ്പം ഇത്തരം യാത്രകളിലും മറ്റുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആളുകളുടെ പിന്തുണ നൽകുന്ന കരുത്ത് അത് വലിയ ഒരു കരുത്തുമാണ്. എന്തായാലും ആ ഒരു സംഭവം ഈ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തിയാണ് ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും. ഒപ്പം ധൈര്യസമേതം തനിക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് മടികൂടാതെ പുറത്തു പറയാൻ ധൈര്യം കാണിച്ച ആ പെൺകുട്ടിയും പുലർത്തിയതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ടോം. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ചാണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയാണ് അതിക്രമത്തിനിരയായത്. മലപ്പുറം സ്വദേശി മുസ്തഫയെ കോഴിക്കോട് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. തിരുവനന്തപുരത്ത് 80 വയസ്സുകാരിയെ മദ്യലഹരിയിൽ ആക്രമിച്ച പോലീസുകാരനും സുഹൃത്തും അറസ്റ്റിൽ. കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം. ഭിക്ഷ തേടിയെത്തിയ വയോധികയെ ആണ് ഇരുവരും മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ആക്രമിച്ചത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ലാലു, സുഹൃത്ത് പൂവച്ചൽ സ്വദേശി സജിൻ എന്നിവർ ചേർന്നാണ് വൃദ്ധയെ ആക്രമിച്ചത്. പാലേരി സ്വദേശി അമലാവതിക്കാണ് ആക്രമണം നേരിടേണ്ടി വന്നത്. പിടിച്ച് തള്ളിയിട്ടോ അവന്മാര്. പള്ളി കിടക്കണില്ലേ, അവൻ തന്നെ പിടിക്കാൻ വെച്ചത്. എത്ര രൂപ കാട്ടാക്കട പാല് 10,400 രൂപ ഉണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി BB വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദിന്റെ 80 വയസ്സുകാരിയെ ഈ രീതിയിൽ ഒരു പോലീസുകാരനും മറ്റൊരാളും ചേർന്ന് ഇങ്ങനെ ക്രൂരമായി ആക്രമിച്ചതിന്റെ കാരണം എന്താണ്? അതിനൊരു ഈ മദ്യലഹരിയിൽ ആക്രമണം നടത്തിയെന്ന് പറയുന്നു. അതിനപ്പുറം ഇവർ ഭിക്ഷ തേടി അവിടെ എത്തിയതാണോ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്? ടോം, 80 വയസ്സുകാരി ഈ പ്രദേശവാസി തന്നെയാണ്. വീടുകളിൽ എത്തി ചെറിയ തുകകൾ വാങ്ങും. അത് സ്ഥിരമായി അങ്ങനെ വീടുകളിലേക്ക് എത്താറുണ്ട്. അപ്പോഴാണ് ഈ 2 പേരുടെ ഉപദ്രവം ഈ 80കാരിക്ക് നേരെ ഉണ്ടായത്. ഇതിൽ ഒരാൾ പോലീസുകാരനാണ്. പൂവച്ചൽ സ്വദേശി സജിന്റെ വീട്ടിൽ ഇരുന്നാണ് ഇവർ മദ്യപിച്ചത്. സജിനും ഒപ്പം ഉണ്ടായിരുന്ന ലാലുവാണ് സിവിൽ പോലീസ് ഓഫീസർ. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ്.
ലാലു ആകട്ടെ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഈ സസ്പെൻഷനിൽ തുടരുമ്പോഴാണ് 80-കാരിയെ ആക്രമിച്ച സംഭവവും ഇവർ ഇരുന്ന വീട്ടിലേക്ക് അമലാവതി എത്തുകയായിരുന്നു. ഇവരുടെ കയ്യിൽ നേരത്തെ പോയ വീടുകളിൽ നിന്ന് ശേഖരിച്ച പണം ഉണ്ടായിരുന്നു. ഈ പണം തട്ടിയെടുക്കുന്നതിനായിരുന്നു പ്രതികളുടെ ആദ്യത്തെ ശ്രമം. അവരുടെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പിടിച്ചു വാങ്ങി തുടർന്ന് ഇവരെ വീട്ടിനുള്ളിലേക്ക് പിടിച്ചു കയറ്റുകയും മുറിക്കുള്ളിൽ പൂട്ടിയിടുകയും ചെയ്തു. ശാരീരികമായി അവരെ ആക്രമിക്കുകയും ചെയ്തു. ഈ നിലവിളി കേട്ടാണ് സമീപവാസികൾ അവിടെ ഓടിക്കൂടിയത്. തുടർന്ന് കാട്ടാക്കട പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തുകയും രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ 80-കാരി മൊഴി മാറ്റിയതായ വിവരങ്ങൾ വരുന്നുണ്ട്. അതായത് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മൊഴി മാറ്റിയത് കൊണ്ട് തന്നെ ഇവർ റിമാൻഡിലാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഇപ്പോഴും കോടതി നടപടികൾ തുടരുകയാണ്. ഇവർ റിമാൻഡിലേക്ക് പോകുമോ എന്നത് വ്യക്തമല്ല. ഏതായാലും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന കാര്യമാണ്. ഇതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് നമ്മൾ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാതിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. മാത്രമല്ല ഇങ്ങനെ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്തതിന്റെ പേരിൽ സസ്പെൻഷനിലാവുകയും ചെയ്തു. സസ്പെൻഷനിൽ തുടരുന്നതിനിടെയാണ് 80-കാരിയെ ആക്രമിച്ചത്. ടോം, വിനോദ്, അങ്ങനെ ഒരു സ്ഥിരം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ഒരു പോലീസുകാരനാണോ ഈ സിവിൽ പോലീസ് ഓഫീസർ ലാലു? ഇയാൾക്കെതിരെ ഇതിനു മുൻപ് ഇതുപോലുള്ള ഏതെങ്കിലും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടോ? ഇയാൾ തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്ത ഉദ്യോഗസ്ഥനാണ്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ CPO ആണ്. ഈ ഹാജരാകാത്തതിന്റെ പേരിലാണ് ഇയാൾക്കെതിരെയുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്, സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്. വകുപ്പുതല അന്വേഷണം ഉൾപ്പെടെ ഉണ്ടാകും. നമുക്കറിയാം സമീപകാലത്ത് പോലീസിൽ നടന്ന പിരിച്ചുവിടലുകൾ, ഇങ്ങനെ മോശം പ്രവണതകൾ വെച്ചു പുലർത്തുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നവർ, ഇവർക്കൊക്കെ എതിരെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ, വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ അടക്കം നടത്തുന്ന ആളുകൾ, ഇവർക്കൊക്കെ എതിരെ നേരത്തെ തന്നെ നടപടികൾ ഉണ്ടായതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവം കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. ഇതിൽ സിവിൽ പോലീസ് ഓഫീസർ ലാലു ആണ്. ലാലു തുടർച്ചയായി ജോലിക്ക് ഹാജരാകാത്തതിന്റെ പേരിലാണ് സസ്പെൻഷനിലായത്. പൂവച്ചൽ സ്വദേശിയായ സജിൻ എന്ന സുഹൃത്തിന്റെ വീട്ടിൽ ഇരുവരും ചേർന്ന് മദ്യപിക്കുകയായിരുന്നു. നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഈ തുടർന്നും മദ്യപിക്കുന്നതിന് വേണ്ടി ഈ ഭിക്ഷയിലുള്ള പണം തട്ടിയെടുക്കുന്നതിന് ശ്രമിച്ചു എന്നാണ്. തുടർന്നാണ് വീടിനുള്ളിലേക്ക് വലിച്ചു കയറ്റുന്നതും പിന്നീട് മുറിക്കുള്ളിൽ പൂട്ടിയിടുന്നതും. ഏതായിരുന്നാലും ഈ വൃദ്ധയുടെ 80 വയസ്സുള്ള ആളാണ്. 80 വയസ്സുള്ള സ്ത്രീയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടുന്നത്. അവർ അറിയിച്ചതിനെ തുടർന്ന് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. ടോം, വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി ഓഫീസിൽ വൈകിയെത്തുക അല്ലെങ്കിൽ ഹാജരാകാതിരിക്കുക, ഇതേ തുടർന്നാണ് ഈ ലാലുവിനെതിരെ നടപടി ഉണ്ടായത്, നേരത്തെ സസ്പെൻഡ് ചെയ്തത്. പക്ഷെ ഇത്തരം പരാതികൾ തുടർച്ചയായി ഉണ്ടാകുന്നു. ഒരു വയോധികയ്ക്ക് നേരെ ആക്രമണം നടത്തുന്നു, പ്രത്യേകിച്ച് മദ്യപിച്ച് ആക്രമണം നടത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കടുത്ത നടപടി സ്വീകരിക്കുമോ? ഇയാളെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടുന്ന ഒരു നടപടി ഉണ്ടാകുമോ? തീർച്ചയായും സമീപകാല പോലീസിന്റെ ചരിത്രം പരിശോധിച്ചാൽ സേനയിൽ മോശം പ്രവണതയുള്ള ആളുകളെ സേനയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതിയാണ്. അത് തന്നെ ഇതിപ്പോൾ സർക്കാർ തുടർന്ന് വരികയാണ്. നിരവധി സംഭവങ്ങളിലായി നിരവധി പോലീസുകാരെ പിരിച്ചുവിടുന്ന നടപടി പോലീസ് സേനയിൽ സ്വീകരിച്ചിരുന്നു. സർക്കാരിന്റെ ഒരു നയമായി തന്നെ അത് മാറിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ സസ്പെൻഷനിൽ തുടരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ് ഒരു 80 വയസ്സുകാരിക്ക് നേരെ അതിക്രമം കാട്ടിയതും. സാധാരണ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു സേനാംഗം, അങ്ങനെ ഒരു സേനാംഗത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു മോശം നടപടി ഉണ്ടായത്. ഏതായിരുന്നാലും അതിൽ കടുത്ത നടപടിയോ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെ കരുതാം. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ 80 വയസ്സുകാരിയെ മദ്യലഹരിയിൽ ആക്രമിച്ച കേസിലാണ് പോലീസുകാരനും സുഹൃത്തും പിടിയിലായിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. ഉപയോഗിക്കാതിരുന്ന നമ്പർ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടന്ന സംഭവത്തിൽ ഫോണിന്റെ ഉടമ അറസ്റ്റിലായതിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. കൊല്ലം സ്വദേശി ജിതിനെയാണ് തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്തത്. ജിതിൻ ജയിലിലാവുകയും ചെയ്തിരുന്നു. തനിക്ക് നേരിട്ട ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജിതിൻ മുഖ്യമന്ത്രിക്ക്
പരാതി നൽകിയിട്ടുണ്ട്. ഇതേ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവും DGPക്ക് കത്ത് നൽകി. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസം അരുണാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതായത് ഉപയോഗിക്കാതിരുന്ന നമ്പർ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്നു, അങ്ങനെ വലിയ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഏതൊക്കെ രീതിയിലായിരിക്കും അന്വേഷണം? ഇതിൽ ആരാണ് ഈ തട്ടിപ്പിന് പിന്നിൽ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ പരിശോധന, അന്വേഷണം നടക്കുന്നുണ്ടോ? ടോം, സമാനതകളില്ലാത്ത ഒരു ദുരനുഭവമാണ് ജിതിന് ഉണ്ടായത്. മാത്രമല്ല അതിൽ തെലങ്കാന പോലീസിൻ്റെ പല നടപടികളും വളരെ ദുരൂഹവുമാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ സൈബർ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മറ്റു ഇതര സംസ്ഥാനങ്ങളിലെ പോലീസ് സേന കേരളത്തിൽ അന്വേഷണത്തിലെത്തിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും കസ്റ്റഡി എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ വന്നാൽ ലോക്കൽ പോലീസിനെ അറിയിക്കുക എന്നുള്ളൊരു നടപടിക്രമമുണ്ട്. ഇവിടെ അതുണ്ടായില്ല. വളരെ പിടികിട്ടാപ്പുള്ളികളായ ഏതെങ്കിലും തരത്തിൽ വിവരം ചോർന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ ആണെങ്കിൽ മാത്രമേ സേനകൾ പരസ്പരം അറിയിക്കാതെ മറ്റു സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡി എടുത്തു അറസ്റ്റ് ചെയ്തൊക്കെ പോകാറുള്ളൂ. പക്ഷേ ഇവിടെ അത്തരമൊരു കേസ് ആയിരുന്നില്ല. ജിതിൻ സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് വലിയ സ്വാധീനമോ അല്ലെങ്കിൽ അത്തരത്തിൽ രക്ഷപ്പെടാനുള്ള വഴിയോ ഒന്നുമുള്ള ആളല്ല. അയാൾ ആ കേസിൽ പ്രതിക പോലുമല്ല യഥാർത്ഥത്തിൽ പരിശോധിച്ചാൽ. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ലോക്കൽ സ്റ്റേഷൻ അറിയിക്കാതെ വരിക, ഉദ്യോഗസ്ഥർ പല ദിവസങ്ങളോളം കൊല്ലത്ത് ക്യാമ്പ് ചെയ്യുക, വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മജിസ്ട്രേറ്റിന് ഹാജരാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷവും 2 ദിവസം രഹസ്യ കസ്റ്റഡി എന്ന വണ്ണം കൊല്ലം തങ്കശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ പാർപ്പിക്കുക, അതിന് മുമ്പും പിമ്പും അവിടെ പോലീസ് സേന തങ്ങുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ദുരൂഹതകളുണ്ട്. ഈ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ലോക്കൽ സ്റ്റേഷൻ അറിയിച്ചില്ല, എന്തിന് ഇത്രയധികം സമയം അവിടെ ചെലവഴിച്ചു? ജിതിനെ സാധാരണഗതിയിൽ ജിതിനെതിരെയുള്ള ഒരു അന്വേഷണമാണ്. ജിതിന് തെളിവില്ല. ജിതിൻ്റെ ഭാര്യയുടെ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് അവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ വീട്ടിൽ പോയി അവരെ ചോദ്യം ചെയ്യാൻ പറ്റും, അതുണ്ടായില്ല. ഈ യഥാർത്ഥ സിം ഉടമകളുടെ അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ഉടമകളുടെ വിവരങ്ങൾ ശേഖരിച്ച് ഇതുവരെയും പോലീസ് ഒരിടത്തും എത്തിയിട്ടില്ല. അത്തരത്തിൽ പല കാര്യങ്ങൾ ദുരൂഹതയുണ്ട്. ജിതിനെ മാത്രം ലക്ഷ്യമിട്ട് ആരെങ്കിലും ഈ കേസിൽ പ്രതിയാക്കി രക്ഷപ്പെടാനുള്ള നീക്കമാണോ എന്ന സംശയം അടക്കം ഉയർന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ട്. കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാണ് ജിതിനിപ്പോൾ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സംസ്ഥാന പോലീസ് മേധാവിക്കുമൊക്കെ പരാതി നൽകിയിരിക്കുന്നത്. MP സുരേഷ് ഗോപിക്കും ഈ പരാതിയുടെ പകർപ്പ് കൊല്ലം MLAക്കുമൊക്കെ ജിതിൻ കൈമാറിയിട്ടുണ്ട്. വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നു. മനസ്സുകൊണ്ട് അറിയാത്ത കുറ്റത്തിന് അതിക്രൂരമായ ജയിൽവാസം അടക്കമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളടക്കം നേരിടേണ്ടി വന്നു. അതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ജിതിൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ മാനുഷിക വശങ്ങൾ കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിയമലംഘനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഒരു കസ്റ്റഡി അത് അറസ്റ്റിലേക്ക് മാറുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനകം പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്നുണ്ട്. അവിടെ രഹസ്യ കസ്റ്റഡിയാണ് ഇവിടെ കൊല്ലം തങ്കശ്ശേരിയിലെ ഹോട്ടലിൽ ഉണ്ടായത്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാണ് ജിതിനിലേക്ക് എത്തിയത്? കാരണം 2015 അടുത്ത് 2019 ഉപേക്ഷിച്ച നമ്പർ 2024 മറ്റൊരാളുടെ പേരിലേക്ക് ആ നമ്പർ മാറിയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ജിതിനിലേക്ക് ഈ കേസെത്തി? എങ്ങനെയാണ് ജിതിനിലേക്ക് കേസെത്തിയത്? സ്വാഭാവികമായത് സർവീസ് പ്രൊവൈഡറുടെ ഭാഗത്തുള്ള വീഴ്ചയാകണം. അങ്ങനെയെങ്കിൽ അവർക്കതിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല? പകരം മറ്റു പ്രതികളെ ഒന്നും അന്വേഷിച്ചു പോയില്ല. ജിതിൻ എന്ന വ്യക്തിയിലേക്ക് തന്നെ അന്വേഷണം തുടങ്ങി. വലിയ ദുരൂഹതകൾ ബാക്കിയുള്ള കേസാണ്. അതിലാണിപ്പോൾ ജിതിൻ അന്വേഷണം ആവശ്യപ്പെട്ട് നീതി തേടി രംഗത്ത് വരുന്നത്. കോടതി അടക്കം സമീപിക്കാൻ ഇതിന് ആലോചിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായാണ് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സംസ്ഥാന പോലീസ് മേധാവിക്കും മറ്റ് ജനപ്രതിനിധികൾക്കൊക്കെ ജിതിൻ പരാതി നൽകിയിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ ഒരു ഞെട്ടലോടുകൂടിയാണ് പോലീസ് സേന പോലും ഇതിനെ വാർത്തയെ വിലയിരുത്തിയത്. കാരണം ഇത്തരത്തിൽ എങ്ങനെയാണ് സംസ്ഥാന പോലീസിനെ അറിയിക്കാതെ, ലോക്കൽ സ്റ്റേഷൻ അറിയിക്കാതെ ഒരു ഇതര സംസ്ഥാന പോലീസ് സംഘം ഇവിടെ എത്തുക, ഒരു യുവാവിനെ വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് കസ്റ്റഡി എടുക്കുക, അതിനുശേഷം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോകുമ്പോൾ 2 ദിവസം ഒളിവിൽ പാർപ്പിച്ച ശേഷം മറ്റു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ജയിലിലടയ്ക്കുക, നിയമസഹായം നിഷേധിക്കുക. തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തെലങ്കാന പോലീസിന്റെ നടപടിയിൽ പല രീതിയിലുള്ള ദുരൂഹതയുമുണ്ട്. കടുത്ത മനുഷ്യാവകാശ ലംഘനമുണ്ടായി. ഈ വിഷയത്തിൽ ഈ തെലങ്കാന പോലീസ് എന്തെങ്കിലും വിശദീകരണം നൽകിയിരുന്നോ? പ്രത്യേകിച്ചും കേരള പോലീസിനെ പോലും അറിയിക്കാതെ ഇത്തരമൊരു നീക്കം നടത്തിയതിന് പിന്നിൽ എന്തായിരിക്കും? കൊല്ലം വെസ്റ്റ് പോലീസിലാണ് ജിതിനെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് 14-ാം തീയതി കൊണ്ടുപോയത് പറയുമ്പോൾ ഒരുപക്ഷെ അവിടെ കൊണ്ടുപോകില്ലായിരുന്നു. ജിതിൻ്റെ അമ്മ ബഹളമുണ്ടാക്കി, ആൾക്കാരെ കൂട്ടി നാട്ടുകാർ വന്ന് ഈ പോലീസിനെ, തെലങ്കാന പോലീസ് തടഞ്ഞു വെച്ചു. അതിനെ തുടർന്നാണ് ലോക്കൽ പോലീസിനെ, വെസ്റ്റ് പോലീസിനെ നാട്ടുകാർ വിവരമറിയിക്കുന്നത്. വെസ്റ്റ് പോലീസ് വന്നതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ, ഈ തെലങ്കാനയിൽ വന്ന ഉദ്യോഗസ്ഥർ പറയുന്നവരെയും അതുപോലെ ജിതിനെയും ഒക്കെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ സ്വാഭാവികമായും അവരെ ബോധ്യപ്പെടുത്താൻ ഈ തെലങ്കാന പോലീസിന് കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അവിടെ നിന്ന് ജിതിനെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ജിതിൻ്റെ പേരിലുള്ള
കേസിൻ്റെ FIR ഒക്കെ അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തിയിരിക്കണം. പക്ഷേ അവിടെ ഉണ്ടായത് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് പിന്നീടുണ്ടായ സംഭവങ്ങൾ. വീട്ടിൽ വന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. മറ്റൊരു കാര്യം, ജിതിൻ്റെ എല്ലാ രേഖകളും, അത് ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, തിരിച്ചറിയൽ രേഖകളൊക്കെ പോലീസിന് കൈമാറിയിരുന്നു. അതേ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് 2 ദിവസം മുമ്പ് കൊച്ചിയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ പർച്ചേസ് നടന്നിരിക്കുന്നു. എങ്ങനെയാണ് ജിതിൻ ഈ തെലങ്കാന പോലീസിന് കൈമാറിയ ക്രെഡിറ്റ് കാർഡ്, അതിലൊരു പർച്ചേസ് കൊച്ചിയിൽ നടക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ സംശയങ്ങളുണ്ട്. അതിലും അന്വേഷണം സ്വാഭാവികമായി ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്ര അന്വേഷണമാണ് ജിതിൻ ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജിതിൻ മലയാളിയാണ്. ഇങ്ങനെ ഒരാളെ കള്ളക്കേസിൽ കൊടുക്കാൻ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്തെ പോലീസുകാർ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കേണ്ടത് മലയാളിയായ ഈ നാട്ടുകാരനെ സംരക്ഷണം കൊടുക്കേണ്ട ചുമതല കൂടി പോലീസിനുണ്ട്. നിയമപരമായ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനും പോലീസിനും അതിനുള്ള ബാധ്യതയുണ്ട്. അത്തരം ബാധ്യത നിറവേറ്റണമെന്ന ആവശ്യമാണ് ജിതിൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്, ജിതിനും കുടുംബവും മുന്നോട്ട് വയ്ക്കുന്നത്. പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം സ്പെഷ്യൽ ബ്രാഞ്ചിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സൈബർ പോലീസ് SP അടക്കം ജിതിൻ കുടുംബവും പരാതി നൽകിയിട്ടുണ്ട്. അതിലും അന്വേഷണം തുടങ്ങിയതായാണ് സൂചന. എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീർത്തും നിരപരാധിയായ പണ്ടെങ്ങോ ഒരു SIM കാർഡ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതിന് പുതിയ ഉടമയുണ്ടായിട്ടും ആ ഉടമ ചെയ്ത കുറ്റം പോലും ഇങ്ങനെയൊരാളുടെ പേരിൽ ചുമത്തപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ വ്യക്തമായ അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ജിതിനും കുടുംബവും മുന്നോട്ട് വയ്ക്കുന്നത്. ടോം, വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ മരണത്തിൽ 2 പേർക്കെതിരെ നടപടി. ചുട്ടിപ്പാറ SME കോളേജ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പൽ N. അബ്ദുൾ സലാമിനെയും സൈക്കാട്രി അധ്യാപകൻ സജീവയുമാണ് സസ്പെൻഡ് ചെയ്തത്. അന്വേഷണ വിധേയമായ സസ്പെൻഷൻ എന്ന് SME ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ഈ അമ്മു സജീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകർക്കെതിരെ ഉൾപ്പെടെ ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നതാണ്. ഇപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് ഈ പ്രിൻസിപ്പളിനും അതുപോലൊപ്പം ഈ വൈസ് പ്രിൻസിപ്പളിനുമെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. അത് ഇവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണോ ഈ SMEയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നടപടി വന്നിരിക്കുന്നത്? ടോം, ഈ സസ്പെൻഡ് ചെയ്ത പ്രിൻസിപ്പൽ അബ്ദുൽ സലാമും അതുപോലെ തന്നെ സൈക്കാട്രി വിഭാഗത്തിലെ വൈസ് അധ്യാപകനായ സജി ജോസഫിനെയുമാണ് ആരോഗ്യ സർവകലാശാല നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 2 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പ്രിൻസിപ്പൽ അബ്ദുൽ സലാമിനെ ഈ അന്വേഷണത്തിന് ആദ്യഘട്ടം തന്നെ കോളേജിൽ നിന്ന് സ്ഥലം മാറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഈ 2 പേർക്കും ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്നാണ് ആരോഗ്യ സർവകലാശാല നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി. ഈ അമ്മു സജീവിനെതിരെ ഉള്ള പരാതി പിതാവ് നൽകിയപ്പോഴും ആ പരാതി പരിഹരിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഒപ്പം ഈ സൈക്കാട്രി വിഭാഗത്തിലെ അധ്യാപകനായ സജി ജോസഫ് അമ്മു സജീവിനെ പ്രതികളായ 3 വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് കുറ്റവിചാരണ നടത്തിയതും അത്തരം കാര്യങ്ങൾ വലിയ ഗുരുതരമായ വീഴ്ചയും ഉണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ ആരോഗ്യ സർവകലാശാല നടത്തിയ ഒരു ആഭ്യന്തര അന്വേഷണത്തിൽ ഇത്തരത്തിൽ 2 പേർക്കുമെതിരെ ഒരു 2 പേരെയും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെയും ഈ പ്രിൻസിപ്പലിനെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥലം മാറ്റിയതിന്റെ ആദ്യഘട്ടത്തിലെ ഒരു ഭാഗം വന്നിരിക്കുകയാണ് സ്ഥലം മാറ്റിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ആത്മഹത്യ ഈ അധ്യാപകരുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും മാനസിക പീഡനം മൂലമാണ് അമ്മു സജീവൻ ഹോസ്റ്റലിൽ നിന്ന് ചാടി മരിക്കാനുള്ള കാരണമെന്നാണ് കുടുംബം ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്നത്. അത്തരത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഈ ഇവരുടെ സസ്പെൻഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച ഈ അധ്യാപകർക്കുണ്ടായി. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയപ്പോൾ തന്നെ അത് പരിഹരിക്കുന്നതിൽ പ്രിൻസിപ്പലിന് വലിയ വീഴ്ച ഉണ്ടായി. അത് കുട്ടികൾ തമ്മിലുള്ള പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ച് രക്ഷിതാക്കളെയും വിളിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. അത് ഉണ്ടായില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഒരു അമ്മു സജീവനെതിരെ കുട്ടികൾ ഉന്നയിക്കുന്ന പരാതികൾക്കെതിരെ പ്രിൻസിപ്പലിന്റെ സാന്നിധ്യത്തിൽ നിന്നും പ്രിൻസിപ്പലൊപ്പം തന്നെ ആ പരാതിക്ക് പുറത്ത് വൈസ് പ്രിൻസിപ്പലായ സജി ജോസഫ് എന്ന് പറഞ്ഞ സൈക്കാട്രി അധ്യാപനം ചോദ്യം ചെയ്തും ഗുരുതര വീഴ്ചയാണ്. അങ്ങനെയുള്ള കണ്ടെത്തൽ കൊണ്ടാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ 2 പേരെയും ഈ ആരോഗ്യ സർവകലാശാല നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും അധികം ഈ നടപടി വൈകാൻ കാരണം എന്താണ്? തുടക്കം മുതൽ തന്നെ അമ്മു സജീവിന്റെ കുടുംബം ഈ ആവശ്യം ഉന്നയിച്ചതല്ലേ? കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം, അവർക്കെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമൊക്കെ ദീർഘനാളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇത്രയധികം വൈകിയത്?
ടോം, അതൊരു കാര്യം തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ അന്വേഷണം പോലീസ് കൃത്യമായി നടത്തിയെന്ന് കുടുംബം തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ കാലതാമസമുണ്ടായി. കാരണം ഈ 3 കുട്ടികൾ മാത്രമല്ല പ്രതികൾ. അവരെ ഈ കുറ്റകൃത്യത്തിന് ശേഷം അവരെ കോളേജ് സസ്പെൻഡ് ചെയ്തെങ്കിൽ പോലും ഈ 3 കുട്ടികൾ മാത്രമല്ല, കോളേജ് അധികൃതരും ഇതിൽ പ്രതികളാണെന്നുള്ളതാണ് അമ്മു സജീവന്റെ കുടുംബം ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകർക്കും ഇതിനകത്ത് പ്രിൻസിപ്പലിനും ഈ സൈക്കാട്രി വിഭാഗത്തിലെ സജീവ് ജോസഫ് എന്ന് പറയുന്ന അധ്യാപകനും പങ്കുണ്ടെന്ന് കുടുംബം ഉന്നയിച്ചിരുന്നു. അതനുസരിച്ച് പരാതിയും അവർ പത്തനംതിട്ട DSPക്ക് നൽകിയിരുന്നു. എന്തായാലും അത്തരത്തിലൊരു കാലതാമസം ഉണ്ടെങ്കിലും വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തി എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അത് കുടുംബത്തിന് പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ഉണ്ടായിരുന്നത് തൃപ്തിയാണെന്നാണ് അമ്മു സജീവന്റെ അച്ഛനും അതുപോലെ തന്നെ സഹോദരനും ഒക്കെ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നുള്ള കാര്യമാണ്. കാരണം ഈ ആത്മഹത്യയുള്ള സാഹചര്യങ്ങൾ അത് നിസ്സാരമായ രീതിയിൽ കോളേജിൽ വെച്ച് രമ്യമായി പരിഹരിക്കേണ്ട സാഹചര്യം, അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് അമ്മു സജീവനെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ച കാരണങ്ങളിലേക്ക് ഈ കോളേജ് അധികൃതർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ഒരു സാഹചര്യമാണ് ഈ പ്രാഥമികമായ ആരോഗ്യ സർവകലാശാല കൃത്യമായി നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതരമായ വീഴ്ച 2 പേർക്കുണ്ടായി. അതുകൊണ്ട് സ്ഥലം മാറ്റമല്ല, അതിലുപരിയായി 2 പേരെയും സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ ഇതിലുപരി AVP ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കാരണം അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് വിദ്യാർത്ഥി സംഘടന ഉള്ള ആളുകൾക്കുള്ള അഭിപ്രായമുള്ളത്. അവർ അത്തരം ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പീഡനം, മാനസിക പീഡനം ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അമ്മു സജീവൻ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് കുടുംബം ഉന്നയിക്കുന്നത്. ആ തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സസ്പെൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കോളേജിലെ വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അമ്മു സജീവന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലാണ് 2 അധ്യാപകർക്കെതിരെ, പ്രിൻസിപ്പൽ ഉൾപ്പെടെ 2 പേർക്കെതിരെ കോളേജ് നടപടി സ്വീകരിച്ചത്. 2 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഉമാ തോമസിന് പരിക്കേറ്റ കേസിൽ വിവാദ നൃത്ത പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാൾ പോലീസിന്റെ പിടിയിൽ. ഓസ്കർ ഇവന്റ്സ് ഉടമ ജനീഷിനെ ഇന്ന് രാവിലെയാണ് തൃശ്ശൂരിൽ നിന്നും പോലീസ് പിടികൂടിയത്. കീഴടങ്ങാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ജനീഷ് ഹാജരായിരുന്നില്ല. അതിനിടെ ദിവ്യ ഉണ്ണിക്കെതിരെ അൻവർ സാദത്ത് MLA രംഗത്തെത്തി. കലൂർ സ്റ്റേഡിയത്തിൽ അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസിനെ ആശുപത്രി സന്ദർശിക്കാൻ പോലും ദിവ്യ ഉണ്ണി തയ്യാറായില്ല. ദിവ്യ ഉണ്ണിക്ക് മനസാക്ഷിയില്ലേ എന്നും നടപടി പ്രതിഷേധാർഹമാണെന്നും അൻവർ സാദത്ത് വിമർശിച്ചു. അവിടെ ആരുടെ നേതൃത്വം ദിവ്യ ഉണ്ണി എന്ന ഒരു സഹോദരിയാണ് അവിടെ നൃത്തം വെച്ചത്. കലാകാരികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കലാകാരന്മാരും നാടിന്റെ പൊതുസ്വത്താണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ അവരൊക്കെ ബഹുമാനിക്കുന്നു, ആ കലയെ ബഹുമാനിക്കുന്ന ആളുകളാ. പക്ഷേ ആ ദിവ്യ ഉണ്ണി നമ്മൾ കണ്ടു അവിടെ ഇതെല്ലാം ഒരു പരിപാടി നിർത്തിയില്ല, അത് ആക്ഷേപം നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ദിവ്യ ഉണ്ണി എന്ന സഹോദരി അവരൊരു അമ്മയല്ലേ, അല്ലേ, ഒരു സഹോദരിയല്ലേ? ഈ ദിവ്യ ഉണ്ണി ഈ സംഭവം കഴിഞ്ഞ് അന്ന് വരണ്ട, പോട്ടെ, ഇത്ര അമേരിക്കക്ക് പോണ മുമ്പ് ഒരു വട്ടമെങ്കിലും ഈ ദിവ്യ ഉണ്ണി, ഞാൻ ചോദിക്കട്ടെ, ഈ ദിവ്യ ഉണ്ണി അവിടെ വന്ന് ആ മക്കളെ കണ്ട് ഒരു ആശ്വാസവാക്ക് പറയാൻ ഒരു കലാകാരി ദിവ്യ ഉണ്ണിക്ക് സാധിച്ചു എന്നത് വളരെ ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. പ്രിയപ്പെട്ടവരെ, അവർ അമേരിക്ക പോലീസ് എന്താ നോട്ടീസ് കൊടുക്കുന്നു, അവര് പോയിക്കോട്ടെ അമേരിക്ക. പക്ഷെ പോലീസ് ഒന്ന് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ചോദ്യം അവരെ മൊഴിയെടുക്കണ്ടേ അവരുടെ? അത് പോലീസ് നോക്കുകുത്തിയായിരുന്നു. ഇനി വേണ്ട, അവർക്കൊരു മനസാക്ഷിയില്ലേ? അപ്പൊ ഇത്രയൊക്കെ മനസാക്ഷി മരവിച്ച ഒരു സഹോദരിയാണോ ദിവ്യ ഉണ്ണി? വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, അന്ന് ദിവ്യ ഉണ്ണിയുടെ ആ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അപകടം, അന്നത്തെ ആ ഒരു അപകടം ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏറെ ഭയം തോന്നും. വലിയൊരു ദുരന്തം ഒഴിവാകുന്നു. ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഉമാ തോമസ് വലിയ അപകടത്തെയൊക്കെ ഒരു പരിധിവരെയൊക്കെ തരണം ചെയ്തു എന്നുള്ളത്. പക്ഷെ അന്നത്തെ ദിവസം ആ വേദിയിലുണ്ടായിരുന്ന മന്ത്രി സജി ചെറിയാൻ, മറ്റ് ജനപ്രതിനിധികളൊക്കെ അത് നോക്കി നിൽക്കുന്നു. ഉമാ തോമസിൻ്റെ കൂടെ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ പോലും അവരാരും ഉണ്ടായിരുന്നില്ല. പരിപാടി തുടരുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് വലിയ ആക്ഷേപം ഉന്നയിക്കുന്നത് നടി ദിവ്യ ഉണ്ണിക്കെതിരെയാണ്. കാരണം ദിവ്യ ഉണ്ണി ആശുപത്രിയിലെത്തി ഉമാ തോമസിനെ സന്ദർശിച്ചില്ല, മക്കളെ ആശ്വസിപ്പിച്ചില്ല. മാത്രമല്ല, അതിനിടെ ദിവ്യ ഉണ്ണിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ടും അവർ അമേരിക്കയിലേക്ക് തിരികെ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. ഈ രീതിയിൽ കോൺഗ്രസ് ഇത്തരം കടുത്തൊരു വിമർശനം ദിവ്യ ഉണ്ണിക്കെതിരെ
ഉയർത്തുന്നതിന് പിന്നിൽ എന്തായിരിക്കും? ടോം, ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും നിരവധി ആക്ഷേപങ്ങൾ പലരും തന്നെ ഉന്നയിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമാ തോമസ് വീണ പരിക്കേൽക്കുമ്പോൾ പോലും ഈ പരിപാടി തുടർന്നു എന്നതിലാണ്. അവിടെ വേദിയിലുണ്ടായിരുന്ന ആരും തന്നെ അവിടേക്ക് എത്തുവാനോ പ്രധാനപ്പെട്ട ആരും തന്നെ അവിടേക്ക് എത്തുവാനോ അങ്ങനെ ഒന്നും തന്നെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന വലിയ രീതിയിൽ പരാതി ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ, ഈ നികോഷ് കുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഹൈക്കോടതി ചോദിച്ചതും ഇതേ ചോദ്യം തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു അപകടം സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ പരിപാടി തുടരാൻ കഴിഞ്ഞത്? ആ പരിപാടി നിർത്തിവെക്കേണ്ടതായിരുന്നില്ലേ? കുറച്ച് സമയമെങ്കിലും നിർത്തിവെക്കേണ്ടതായിരുന്നില്ലേ എന്നെല്ലാം തന്നെ ചോദിച്ചു. ഒരു സാധാരണക്കാരന് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചാൽ അതെന്തായിരിക്കും ഇനി ഉണ്ടാവുക? ഇപ്പോൾ MLA എന്നും സാധാരണക്കാരനും നോക്കാൻ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ നടപടികൾ ഉണ്ടാകേണ്ടതാണ് എന്ന് ഹൈക്കോടതി പോലും നിശിതമായി വിമർശിച്ചു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പലതവണയും ഇതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്ന നർത്തകിയായ ദിവ്യ ഉണ്ണി അവരെ ചോദ്യം ചെയ്യേണ്ടതായ ഘട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് പലപ്പോഴും പോലീസിൽ നിന്നടക്കം സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് അവരെ മൊഴി രേഖപ്പെടുത്താനോ അത്തരം നടപടികളിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടുമില്ലായിരുന്നു. ഇതിനിടെയാണ് ഇവർ തിരിച്ചു പോകുന്നത്, അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയിലെങ്കിലും പൊതുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് അൻവർ സാദത്ത് MLA പറഞ്ഞ കാര്യം തന്നെയാണ്. അവർ അവിടേക്ക് വരുമെന്നോ അവർ MLA കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു സന്താപ വാക്കുകൾ പറയുമെന്നോ എല്ലാം തന്നെ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലൊരു വിമർശനം പൊതുവിൽ തന്നെ ഉയരുന്നത്. ഇന്നിപ്പോൾ അൻവർ സാദത്ത് MLA അത് ഈ സമരവേദിയിൽ അത് തുറന്നു പറഞ്ഞു എന്നതാണ്. ഇത് ഒരു പൊതുവികാരമായി സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നതാണ്. പലരും ഇക്കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ ഈ രീതിയിൽ പെരുമാറിയെന്നെല്ലാം തന്നെ ചോദിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഇവർ വിദേശത്ത് താമസിക്കുകയാണ്, അവരെ മൊഴിയെടുക്കാനോ ഇത്തരം കാര്യങ്ങളിൽ അവർക്കുള്ളൊരു പങ്കെന്താണോ എന്നൊന്ന് ചോദിക്കാൻ തയ്യാറായില്ലേ എന്ന് ചോദ്യം ഉയരുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യയോട് ചോദിക്കുമ്പോൾ അദ്ദേഹവും ആ വേദിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഉമാ തോമസിന് അപകടം പറ്റുമ്പോൾ ആ വേദിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തോടും ഇതേ ചോദ്യം തന്നെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ഇവരെ ചോദ്യം ചെയ്യുമോ എന്ന് ചോദിച്ചു. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഫെബ്രുവരി 5-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 8-നാണ് വോട്ടെണ്ണൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ വാർത്താ സമ്മേളനത്തിലാണ് തീയതി പ്രഖ്യാപിച്ചത്. So this is the schedule. We will start. It's a single phase election. Date of notification will be 10th of January, Friday. Last date of making nomination will be 17th of January. Scrutiny on 18th of January. Withdrawal 20th. These are the statutory periods of time which is given. Date of poll is 5th and counting is 8th, and 5th again we have very deliberately kept Wednesday. क्योंकि हम सोचते हैं सब दिल्ली वाले वोट करें. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ ആരോപണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തള്ളുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കിരൺ ബാബു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. കിരൺ, ഇനി ഒരു മാസം പോലും മാത്രം ബാക്കിയില്ല. സജ്ജരാണോ രാഷ്ട്രീയ പാർട്ടികൾ? ടോമ, ഈ ഫെബ്രുവരിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഫെബ്രുവരി 16 അവസാന തീയതി ഈ മന്ത്രിസഭയുടെ. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ വോട്ട് എണ്ണൽ നടപടിയടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഫെബ്രുവരി ആദ്യ വാരമോ രണ്ടാം വാരമോ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നത് ഉറപ്പായതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും വളരെ നേരത്തെ തന്നെ അതിന് തെരഞ്ഞെടുപ്പിന് തയ്യാറായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ വലിയ രീതിയിലേക്ക് ഈ പാർട്ടികൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ വാക്പോരൊക്കെ നടക്കുന്നതിന് പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനും ഒക്കെ ഉള്ള കാരണം ഇതുതന്നെയായിരുന്നു. ഡൽഹിയെ സംബന്ധിച്ച് ചെറിയൊരു സംസ്ഥാനമാണ്, ആകെ 70 സീറ്റുകൾ മാത്രമുള്ളൊരു ചെറിയ സംസ്ഥാനമാണ്. എങ്കിലും ഇന്ത്യ ആകെ വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിലേത്. കാരണം ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളെ പോലെയല്ല ആം ആദ്മി പാർട്ടി അവിടെ രൂപം കൊണ്ട് തൊട്ടടുത്ത വർഷം തന്നെ അവിടെ അധികാരം പിടിച്ച ഒരു സംസ്ഥാനമാണ് ഡൽഹി സംസ്ഥാനം. അങ്ങനെ ഒരു സ്ഥലത്ത് പിന്നീട് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ 62 സീറ്റും നേടിയാണ് വിജയിച്ചത്. അതിനു മുമ്പ് 70 സീറ്റുകളിൽ 67 സീറ്റുകളും നേടിയാണ് ജയിച്ചത്. ഈ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നടന്ന 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും അവിടുത്തെ സീറ്റുകൾ മുഴുവൻ സീറ്റിലും BJPക്ക് ജയിക്കുമ്പോഴാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നേരെ മറിച്ചുള്ള ഫലമുണ്ടാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിക്കും BJPക്കും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനുമൊപ്പം ഈ ഒരു നിലപാടാണ് ഡൽഹിയിലെ ജനങ്ങൾ ആകെപ്പാടെ സ്വീകരിച്ചിരുന്നത്. ഡൽഹിയിലെ BJP വോട്ടർമാരടക്കം ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു വലിയ അവസ്ഥ
അവസ്ഥ ഡൽഹിയിലുണ്ടായിരുന്നു. കെജ്രിവാളിനെ വീഴ്ത്താൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ പലതവണയും നടത്തിയെങ്കിലും അതൊന്നും ഇതുവരെയും വിജയിച്ചിട്ടില്ല. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉദിച്ചുയരുകയും ഡൽഹിയിൽ അധികാരം പിടിക്കുകയും ഒക്കെ ചെയ്ത കെജ്രിവാളിനെ അഴിമതിയുടെ പേരിൽ തന്നെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രചരണത്തിനിറങ്ങിയത്. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് അവിടെ പകരം അതിഷിയെ മുഖ്യമന്ത്രിയാക്കുന്നു. അങ്ങനെ വലിയ നാടകീയമായ വലിയ നീക്കങ്ങളും വലിയ പോരാട്ടങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി. കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ ഡൽഹിയിലെ ജനങ്ങളുടെ മുന്നിൽ തന്നെ ഡൽഹിയിലെ ഭരണത്തിൽ നിന്ന് അട്ടിമറിക്കാൻ വേണ്ടി മനഃപൂർവ്വം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്നുള്ള വലിയ പ്രചരണവുമായി കെജ്രിവാൾ നിൽക്കുന്നു. സ്വാഭാവികമായും കെജ്രിവാളിൻ്റെ വാക്കുകൾക്കാണോ വിശ്വാസ്യത ലഭിക്കുക, അതോ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കായിരിക്കും വിശ്വാസം ലഭിക്കുക എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത്. കെജ്രിവാൾ വേഴ്സസ് മോദി എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെ നേരിട്ടാണ്, BJP ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉയർത്തിക്കാട്ടുന്നില്ല. നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചരണത്തിന് നേതൃത്വം നൽകുകയും അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് BJP സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് ഈ ഭാഗത്ത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ആം ആദ്മി പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിച്ച അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഇത്തവണയും അവിടെ പ്രചരണത്തിന് മുഖ്യ ചുമതല നിന്നുകൊണ്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. എന്തായാലും രാജ്യത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇന്ത്യ മുന്നണിയായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരു മുന്നണിയായിട്ട് നിന്നുകൊണ്ടാണ് മത്സരിച്ചെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ 3 പേരും മൂന്നായിട്ട് ഒരു ത്രികോണ പോരാട്ടത്തിനാണ് യഥാർത്ഥത്തിൽ ഡൽഹി ഒരുങ്ങുന്നത് എന്ന് വേണം കരുതാൻ. BJPയെ സംബന്ധിച്ച് ഡൽഹി വലിയൊരു വെല്ലുവിളിയും അതോടൊപ്പം തന്നെ വലിയൊരു തിരിച്ചടിയും കൂടിയാണ്. 1993 ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് മാത്രമാണ് ഡൽഹിയിൽ BJPക്ക് ജയിക്കാനായത്. ആദ്യം സാഹിസ് വർമ്മയും പിന്നീട് മദൻലാൽ ഖുറാനയും അതിനുശേഷം അവസാനം കുറച്ച് നാളത്തേക്ക് ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ പ്രതിച്ഛായ മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി അവിടെ സുഷമ സ്വരാജിനെ പോലെ ദേശീയ തലത്തിലൊക്കെ വലിയ പ്രതിച്ഛായുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ 98 തെരഞ്ഞെടുപ്പിൽ സുഷമ സ്വരാജിൻ്റെ നേതൃത്വത്തിലുള്ള BJP അമ്പെ അടിമതിന് വീഴുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അന്ന് അധികാരത്തിലേറിയതാണ് ഷീലാ ദീക്ഷിതിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ. പിന്നീട് വന്ന 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ ഒരു തേരോട്ടമായിരുന്നു എന്ന് പറയുന്നത്. ഷീലാ ദീക്ഷിത് ഡൽഹിയിലെ ഏറ്റവും ജനപ്രിയ നേതാവായിട്ടൊക്കെ വരികയും ഒക്കെ ചെയ്തു. 2013 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അവിടെ ഒരു പെൺകുട്ടിയെ രാത്രിയിൽ ബസ്സിൽ പോകുമ്പോൾ ക്രൂരമായ ബലാത്സംഗത്തിനിരയാവുകയും അതേ തുടർന്ന് ഡൽഹിയിൽ രാഷ്ട്രീയ ഭേദമന്യേ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളൊക്കെ ഉദിച്ചുയരുകയും ഒക്കെ ചെയ്തത്. അത്തരം സമരത്തിൻ്റെയൊക്കെ ഫലമായിട്ട് അവസാനം ഷീലാ ദീക്ഷിതിനും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും എതിരായ ഒരു വലിയ വികാരമൊക്കെ രൂപപ്പെടുകയും ആ വികാരങ്ങൾക്ക് മറുഭാഗത്ത് നിന്നത് അന്ന് ജനകീയ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നത് അരവിന്ദ് കെജ്രിവാളായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ വൈദ്യുതിയുടെ വിഷയം, വെള്ളത്തിൻ്റെ വിഷയം, അതോടൊപ്പം തന്നെ അഴിമതിയുടെ വിഷയം അടക്കം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങൾക്ക് ജനങ്ങൾ കെജ്രിവാളിനൊപ്പം നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടി രൂപം കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഒരു സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. പിന്നീട് കെജ്രിവാളിനെ തോൽപ്പിക്കാൻ ഒരിക്കൽ പോലും നിയമസഭയിൽ കോൺഗ്രസിനോ BJPക്കോ കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമമായിരിക്കും BJPയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. കടുത്ത പോരാട്ടം തന്നെ നടക്കാൻ തന്നെയാണ് സാധ്യത. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും. ചരിത്ര വിജയമാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നതെങ്കിൽ ആം ആദ്മി പാർട്ടിയെ അട്ടിമറിക്കാൻ ഉള്ള നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്തായാലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5 നടക്കുക. ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരി 8 വോട്ടെണ്ണൽ. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.